ഏറ്റവും പ്രിയപ്പെട്ട സർ സോഗൻ റോയ് സാർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളാണ് ഞാൻ. +2 വരെ എനിക്ക് വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ ഞാൻ പഠിച്ചതൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. ആ സ്കൂളിൽ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഏറ്റവും മികച്ചതായിരുന്നു, +2 വരെ ആണെങ്കിലും. അതേ വിദ്യാഭ്യാസം അട്ടപ്പാടിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ട്രൈബൽ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് 2018 നമ്മളൊരു APJ അബ്ദുൽ കലാം ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂൾ തുടങ്ങിയത്. എൻ്റെ ആശയം നമ്മുടെ ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ സാധാരണ സിലബസ് പഠിപ്പിക്കാനല്ലായിരുന്നു. സ്കൂളൊക്കെ തുടങ്ങി ബിൽഡിംഗ് പണിയെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ കുട്ടിയെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ബദൽ സംവിധാനം, എൻ്റെ കുട്ടി ഇവിടെ പഠിക്കണ്ട. അവർ പറയുന്നത് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് കഴിയുക, എന്നിട്ട് PSC എഴുതുക, വാച്ചറാവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അതിന് അവർക്ക് വേണ്ടത് കേരള ഗവൺമെൻറ് സിലബസിലുള്ള 10ാം ക്ലാസ്സാണ്. അപ്പോൾ ആശയം ആദ്യം തന്നെ മാറ്റിവെച്ചു. ഞാൻ വിചാരിച്ചു, എന്നാൽ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആശയങ്ങൾ നടപ്പിലാക്കാമല്ലോ. അങ്ങനെയാണ് തുടക്കം തൊട്ട് ഒരു ഫസ്റ്റ് ജനറേഷൻ, അവിടുത്തെ അഡ്മിഷൻ്റെ പ്രത്യേകത നമ്മൾ കൊടുക്കുന്നത് തന്നെ അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം വേണ്ട. എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, അത് കുട്ടികൾ വീട്ടിൽ അല്ല കൂടുതൽ സമയം. അച്ഛനും അമ്മയും പല രീതിയിലും ഒറ്റപ്പെട്ട്, നമ്മൾ അട്ടപ്പാടിയെ എത്ര തന്നെ നല്ല രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ മുൻപിലുള്ള ഒരുപാട് സത്യമുണ്ട്. 47 കുട്ടികളുടെ മാതാപിതാക്കൾ സെപ്പറേറ്റാണ്. ഈ 47 കുട്ടികളും 6-7 വയസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. അവരെ മോൾഡ് ചെയ്യാൻ ആരുമില്ല. പാട്ടി എന്ന് പറഞ്ഞ അമ്മമ്മയുടെ കൂടെ കാട്ടിൽ ആട് മേയ്ക്കാനൊക്കെ പോകും. ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സോ ആരെങ്കിലും കാണുമ്പോഴാണ് നമ്മുടെ സ്കൂളിൽ എത്തിക്കുന്നത്. അപ്പോൾ എത്തിക്കുമ്പോൾ കുളിക്കാനോ ഇന്ത്യൻ ടോയ്ലറ്റ്, ഒരു ടോയ്ലറ്റും ഉപയോഗിക്കാതെ ആദ്യമായി ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതും ഭക്ഷണം എപ്പോഴാണ് വയറ് നിറയുക എന്നറിയാതെ കഴിക്കുന്ന ഒരവസ്ഥയിലാണ് എത്തുന്നത്. അപ്പോൾ മോൾഡിങ് ഞങ്ങൾ അവിടെ തുടങ്ങും. ഓരോ കാര്യങ്ങളും ചെയ്ത് സാറ് പറഞ്ഞ പോലെ ആ പ്രായത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആ പ്രായത്തിലുള്ള കുട്ടികളെ എന്തെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്ത് ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ 9th സ്റ്റാൻഡേർഡ് എത്തിയിട്ടുണ്ട്. അതിന് സിനിമകളാണ് സാറിന് കത്തെഴുതിയത്. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ സാറ് വന്നിട്ട് അധികമായിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 27-ാം തീയതിയാണ് സാറ് വന്നത്. ഫെബ്രുവരി 27-ാം തീയതി വന്നപ്പോൾ സാറിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വേണമെച്ചാൽ എവിടെയാണ് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആളെ മീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയെക്കുറിച്ചൊക്കെ പഠിച്ചു എഴുതുന്നു. അപ്പോൾ ChatGPT നോക്കാൻ പാടില്ല, പിന്നെ അതുപോലെ ജെമിനി ഒന്നും നോക്കാൻ പാടില്ല പറഞ്ഞു. അവളുടെ എക്സാം നടക്കുകയാണ്. അവൾ രാവിലെ എക്സാം എഴുതിയ ഉടനെ ഓടും ബോർഡിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അതിൽ നോക്കി ഞാൻ എന്നിട്ട് ഇന്ന് ലക്ഷ്മിയോട് പറഞ്ഞു, നിങ്ങളുടെ വെബ്സൈറ്റ് മാം അധികം നോക്കിയിട്ടുണ്ട്, സാർ അധികം നോക്കിയിട്ടില്ല. അവൾ ഒരു ഏകദേശം 2000 പ്രാവശ്യം ആ വെബ്സൈറ്റ് എടുത്ത് ഇരുന്ന് കുത്തിപ്പിടിച്ച് എഴുതുകയാണ്. ഞാൻ പറഞ്ഞു, എന്താ മോളെ അത് കട്ട് ചെയ്ത്, അയ്യോ സാറ് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു ബുക്കിലേക്ക് ഇരുന്ന് എഴുതി അവളുടെ 100 പേജിൻ്റെ ബുക്കും കഴിഞ്ഞു, എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ? അല്ല സാറ് പറഞ്ഞല്ലോ, അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണ്ടേ. പഠിച്ചിട്ട് എനിക്ക് 2-3 ദിവസം മുന്നേ ഇട്ട് തന്നു. അപ്പം ഞാനതൊന്ന് അലൈൻമെൻറ്റ് അവൾ കൈകൊണ്ട് എഴുതിയിട്ടത്, അത് ടൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ സാറിന് ഇന്നലെ ഇട്ട് കൊടുത്തത്. ആ കുട്ടിക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് ഇതുപോലെയാണ്. എൻ്റെ കുട്ടികളെ സാറ് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നാൽ എങ്ങനെയും മോൾഡ് ചെയ്യാം. അതിൽ പഠിക്കുന്ന 230 പേരും, 230 പേർക്കും പുതിയൊരു ലോകമാണിത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ വീട് ഗുരുവായൂരാണ്, ഞാൻ കടലിൻ്റെ അടുത്താണ് വീട് പറഞ്ഞപ്പോൾ, കടലാ മേഡം അത് എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞു, അത് എങ്ങനെ ഉണ്ടാവും, അത് വലിയൊരു സംഭവമാണ്. അപ്പം നമ്മൾ മൊബൈലിൽ ഏറ്റവും ചെറിയൊരു മൊബൈലാണ്, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഭവാനി അതിനേക്കാൾ വലുതല്ലേ? പേടിച്ചു ഞാൻ. കടലും ഭവാനിയും കൂടി, ഭവാനി റിവറും കൂടി, ഇവിടെ ആരോടെങ്കിലും മേഡാണ് പറഞ്ഞത് കടൽ വലുതാന്ന് പറഞ്ഞു, പക്ഷെ മൊബൈൽ കാണിച്ചെന്ന് ഇത്ര. ഒരു വണ്ടി വിളിച്ച് നേരെ കൊണ്ടുപോയി നമ്മൾ കാണിച്ചു കൊടുത്തു, കോഴിക്കോട് കൊണ്ടുപോയിട്ട്. ഇച്ചൊന്നും അങ്ങനെ വാക്കുകളൊന്നും പറയാൻ പറ്റില്ല, എത്ര പെരിതാണിത്, ഇതങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ കാര്യങ്ങൾ ഇവർക്ക് വളരെയധികം അടുത്തറിയണമെങ്കിൽ ഇവർ നേരിട്ട് കാണണം. ഉടനെ എഡ്യൂക്കേഷൻ ഓൺ വീൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ഇന്ന് 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കുട്ടികൾ ഇന്ന് മുഴുവൻ യാത്ര ചെയ്ത് ജാലിയൻ വാലാബാഗിൽ വെച്ച് ജാലിയൻ വാലാബാഗ് അവിടെ ചെന്നപ്പോൾ എന്നോട് പറയാം, മാഡം ഈ ജനറൽ ഡയറാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ റുദിയാട് ക്ലിപ്പിംഗ് ഉണ്ട്, അയാളാണ് ജനറൽ ബുക്ക് എഴുതിയത്. എനിക്കത്ര അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതേല്ലേ, ഇതെങ്ങനെ മോൾക്കറ്? അത് നമ്മുടെ ചരിത്ര നായകനായിട്ട് നമ്മുടെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചതാണ്. സോ ലോകം കണ്ടു പഠിക്കുക എന്നുള്ള രീതിയിൽ അവർ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് പഠിച്ചുകൊണ്ട് എനിക്ക് അവരെ മോൾഡ് ചെയ്യും. ഇപ്പം എന്താവണം എന്ന് ചോദിച്ചപ്പോൾ സാറ് ചോദിച്ചപ്പോൾ 1-2 പേര് ഡോക്ടർ, എഞ്ചിനീയർ പറഞ്ഞു. അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടല്ല, എല്ലാവരും പറയണ കേട്ട് പറഞ്ഞത്. ഇപ്പം അവരെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. തീർച്ചയായിട്ടും
ഏരിയസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്നെപ്പോലെ ഒരു സാധാരണ ആളെ കൂടി ഈ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ സാർ, ഈ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പോലെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ഒന്ന് തുടങ്ങും സാർ. എന്തുകൊണ്ടാ വെച്ചാൽ ഇതെല്ലാം പഠിച്ച് പുറത്തിറങ്ങിയാലേ ഇതെവിടെ ഞങ്ങൾ ചെയ്യും? എൻ്റെ കുട്ടികൾ പഠിച്ചിറങ്ങി ആകെപ്പാടെ സോകണ്ടേഴ്സ് പറഞ്ഞ ഒരു 1000 പേര്, 2000 പേര്, 5000 പേര്, 10,000 പേരെ ജോലിക്ക് വയ്ക്കാം. ബാക്കിയുള്ളവർ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കയറ്റി അയച്ചിട്ട് വൃദ്ധസദനമായിട്ട് എന്താ പറയുക, ഇനി ഞങ്ങൾ കേരളം എഴുതി കൊടുക്കേണ്ടി വരും. ആർക്ക്? സോമരാജൻ സാറിന് വൃദ്ധസദനമായിട്ട്. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് കുട്ടികളെല്ലാം പഠിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം വെച്ചാൽ തീർച്ചയായിട്ടും അവരും കൂടി പഠിക്കണം, അവരെയും കൂടി ഇതിനൊപ്പം പഠിപ്പിക്കണം. അതുപോലെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഉള്ള കുട്ടികളുണ്ടല്ലോ, അട്ടപ്പാടി, ഇടുക്കി, ഒരുപാട് സ്ഥലങ്ങൾ, വയനാട്, ഇവർക്കൊക്കെ അവർക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ, അവരുടെ ഉള്ളിൽ സംസാരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴും നീ അവിടെ ഇരുന്നാൽ മതി, വോട്ട് ചെയ്യാൻ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ മക്കളെ പോലെയുള്ള ഒരുപാട് മക്കൾ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് സംസാരിക്കാനും കൂടി അവരും കൂടി ഒന്ന് സാറാം ആ വശം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ ഉള്ളിലുള്ള എല്ലാ ആശയങ്ങളും പറയാനും കേൾക്കാനും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പേടിയാണ്. നമ്മളതിന് മുന്നേ പറഞ്ഞൊക്കെ എല്ലാം നമ്മൾ പറയുന്നതാണ് ശരി എന്ന് അവർ തലയിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ തലയാട്ടാൻ മാത്രമേ അറിയുന്നുള്ളൂ. അത് മാറ്റി അവരുടെയും അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. ഞാനും അവരും സാറും ഒക്കെ ഒരേപോലെയുള്ള മനുഷ്യരാണ്, സ്വന്തം വ്യക്തിത്വമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവർക്ക് കൂടി ബോധ്യപ്പെടുത്താൻ അവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലുള്ള ഈ 5000 പേര് ഇരിക്കാവുന്ന സ്ഥലത്ത് ഒരു കൊച്ചു സ്ഥലം, അവരൊരു 50 പേരെ വരുള്ളൂ പല സ്ഥലത്തു നിന്നായാലും. ആ കുട്ടികൾ കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ സയൻറ്റിസ്റ്റ് ആവുമോ അല്ലെങ്കിൽ റോക്കറ്റ് വിടുമെന്നല്ല ഞാൻ പറയുന്നത്. അവനവനൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്തിനാണ് വോട്ട് ചെയ്തത്, എൻ്റെ റോഡ് എവിടെയെന്ന് ചോദിക്കാനുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് വീട് കിട്ടിയത് ശരിയല്ല എന്ന് പറയാൻ, എനിക്ക് വന്ന ഫണ്ട് ശരിക്കല്ല യൂട്ടിലൈസ് ചെയ്ത് എന്ന് പറയാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധൈര്യമെങ്കിലും അവരുടെ ഉള്ളിൽ കിട്ടും. ഞാൻ 230 പേരിൽ അത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ 230 പേര് അടങ്ങിയത് മാത്രമാണ് ഈ സമൂഹം. അതിനേക്കാൾ ഒരുപാട് ആൾക്കാർ വയനാടും മറ്റുള്ള സ്ഥലങ്ങളിൽ, ഇടുക്കിയിലും അവിടെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഈ വേദിയിൽ സാറിനോട് അതിനുള്ള ഒരവസരം കൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏരിയസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും നമ്മൾക്ക് വിഷ്വലായിട്ട് ഒരു കാര്യം കാണുമ്പോൾ എന്താണ് എന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. ആ ഒരു സന്തോഷം അവിടെ ചെന്നിട്ട് പറഞ്ഞു, വിവേകാനന്ദ കുറച്ചുകൂടി നീന്താമായിരുന്നു, എന്നാൽ കുറച്ചുകൂടി അകലെ പോവായിരുന്നു നമുക്ക് ബോട്ടിലെന്ന് പറയുന്നു. ഇന്ന് ആ കുട്ടി പറയുന്നതാണ്, ഇവിടെ വന്നിട്ട് തൊട്ടടുത്ത കല്ലിന് കയറി ഇരുന്നത് അബദ്ധം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഇത് ഇത്രയും വലിയ കുഴിയാണ്, ഇത് കൂടെ അദ്ദേഹം നീന്തിയിലോ കടലിൽ, എന്നാൽ ഇതൊക്കെ കുറച്ചുകൂടി നീന്തിപ്പോയിരുന്ന വെച്ചാൽ നമുക്ക് ബോട്ടിൽ കുറച്ചുകൂടി ദൂരം പോവായിരുന്നു. ചെറിയ ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് അവർ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് പഠിച്ച നോളജ് ഇവിടെ വരുമ്പോൾ അതിനേക്കാൾ എത്രയോ വലിയൊരു ലോകം സാർ അവരുടെ മുന്നിൽ, അവരെ പോലെയുള്ള എല്ലാ കുട്ടികളുടെ മുന്നിലും തുറന്നിട്ടുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈയിടെ ഞങ്ങളുടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് അകത്തിയിൽ ഉണ്ട്, കവർത്തിയിലുണ്ട്. 26-ാം തീയതി കടമത്ത് ഡയാലിസിസ് യൂണിറ്റ് ഇനോഗ്രേഷനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ സാറ് വന്നത് ഫേസ്ബുക്കിലിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മേഡം ഞങ്ങൾ കടലിൻ്റെ മക്കൾക്കൊന്നും സാറൊന്നും ചെയ്യില്ലേ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, ഞാൻ ഇനി കാണുമ്പോൾ നേരിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയും, ഞങ്ങൾക്ക് ജോലിയൊക്കെ ഇവിടെ വളരെ പരിമിതികളാണ്, ഞങ്ങൾ പഠിച്ചിട്ടുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ സാറിനോട് സംസാരിക്കാം, അവരോടും പറയാം ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടയ്ക്ക് വരിക, നിങ്ങൾക്ക് അവർ ഇതിൽ വന്നു ഷിപ്പിൽ വന്നോളും, ഇവിടെ വരിക, പഠിക്കുക, അവർക്കും എവിടെയെങ്കിലുമൊക്കെ ജോലി ആവട്ടെ. ഈ അവസരത്തിന് നന്ദി, നമസ്കാരം.